ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊരു നാടൻ ബീഫ് കറിയാണ്. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നെയ്ച്ചോറിൻ്റെയും ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ കുറേയധികം ബീഫ് കറിയുടെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കി നല്ല കമൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുള്ള റെസിപ്പികളാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെ കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബീഫ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാൻ ആവശ്യമായ ബീഫ് കഷ്ണങ്ങളായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചതാണിത്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു 3/4 കിലോ ബീഫാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഇറച്ചി കുറച്ച് എല്ലോടുകൂടെ കുറച്ച് നെയ്യുള്ള ഇറച്ചിയാണ്. അതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. എന്നാൽ നെയ്യ് ഇഷ്ടമില്ലാത്തവർ, കൊളസ്ട്രോളോ അതുപോലെ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നെയ്യെല്ലാം കളഞ്ഞിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ കറിക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ 2 കപ്പ് ചെറിയ ഉള്ളി അതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ചെറിയ ഉള്ളിയിൽ കറി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക് നീളത്തിൽ കീറിയത്. ഈ കറിയിൽ നമ്മൾ കുറച്ച് തേങ്ങ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3/4 കപ്പ് തേങ്ങ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്തെല്ലാം നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസും കൂടെ എടുക്കുന്നുണ്ട്. 3 ഏലക്ക, ഒരു 4 ഗ്രാമ്പ്, 2 ചെറിയ കഷ്ണം പട്ട. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഈ കറി കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ പീസസ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങ കഷ്ണങ്ങൾ ഈ കാണുന്ന പോലെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 നുള്ളി ഉലുവയും കൂടി പൊട്ടിക്കുന്നുണ്ട്. കടുക് ഉലുവയെല്ലാം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചിലർക്ക് ഇറച്ചിക്കറിയിൽ കടുക് ഉലുവയൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവരത് സ്കിപ്പ് ചെയ്യാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. ഇവ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സ്പൈസസ് എല്ലാം പൊട്ടി ഒരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളറാക്കി എടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികൾ ചേർത്തൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാലയെല്ലാം മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മസാലയെല്ലാം നല്ലതുപോലെ ബീഫിൽ പിടിക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ബീഫ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കറൊന്ന് മൂടി വെച്ച് കൊടുക്കണം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെറുതെ കുക്കർ മൂടി വെച്ച് കൊടുത്താൽ മതി. നമ്മൾ വെയിറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം ഇതുപോലെ മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് മൂടി മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റിയ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് പൊടി ചേർത്തിട്ടുള്ളതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും കുറച്ച് സമയം കൂടി നമുക്ക് മൂടി വെക്കാം.
ഒരു 10 മിനിറ്റ് നമ്മൾ കുക്കർ ഇതുപോലെ മൂടി വെച്ചതാണ്. അപ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് കുറുകിയ ചാറോടുകൂടിയുള്ള കറിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അധികം ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുക്കർ മൂടി വെയിറ്റ് ഇട്ട് ബീഫ് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഞാൻ കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ആദ്യത്തെ വിസിൽ വന്നപ്പോൾ സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് പിന്നീട് 15 മിനിറ്റും കൂടി കുക്ക് ചെയ്ത് അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കും. നമുക്ക് ബീഫിൻ്റെ കുക്കിംഗ് ടൈം അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചില ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് കുക്കായിട്ട് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ പാകം നോക്കി കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ല കൊതിയൂർന്ന മണം വരുന്നുണ്ട്. ഈ കറി കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വന്ന് നിറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഒരു കഷ്ണം ബീഫ് എടുത്ത് നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ബീഫ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യണം. ഈ കറി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറിയുടെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നാടൻ കറി ആയതുകൊണ്ട് ഞാനതിൽ മല്ലിയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല, വേപ്പില മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. കറി പാകമായി വന്നിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. റെഡിയായ കറിയുടെ മുകളിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ, പുട്ട്, ഇടിയപ്പം, പൊറോട്ട, നെയ്ച്ചോറ് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ കറി കോക്കനട്ട് റൈസിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയത്. കോക്കനട്ട് റൈസിൻ്റെ വീഡിയോ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. വീണ്ടും ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്